ചേർന്നിരിക്കുന്ന നമ്മുടെ ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീ S ശ്രീശാന്ത്, വേദിയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സദസ്സിലുള്ള ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ലോകമെമ്പാടും ആത്മഹത്യ പ്രതിരോധ ദിനാചരണമായിട്ട് ആചരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്ന തീം റീച്ചിങ് ഔട്ട് സേവിങ് ലൈഫ്, ഒരു വ്യക്തിയെ രക്ഷിക്കാൻ എങ്ങനെ ഹസ്തം നീട്ടാം. പലപ്പോഴും ഈ ഒരു മലങ്കര സഭയുടെ പ്രോഗ്രാം കേവലം തന്റെ വിശ്വാസ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിൽ നിന്നുപരിയായി സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി വിപാസന ഇമോഷണൽ സപ്പോർട്ട് സെന്റർ എന്ന പേരിൽ പരിശുദ്ധ കത്തോലിക്ക മാതാവിന്റെ നേതൃത്വത്തിൽ സേവനം നടത്തപ്പെടുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഓർക്കുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെ നാഷണൽ സർവീസ് സ്കീമും സാമൂഹിക പ്രതിബദ്ധത ഇലാക്കാക്കിക്കൊണ്ട് കോളേജിന്റെ സേവന രംഗം മാത്രമല്ല സമൂഹ രംഗത്തേക്കും പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതും അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഇങ്ങനെയുള്ള ദിനങ്ങൾ, ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മെ അത് നടത്തുവാൻ പറ്റുന്നതിന് വേണം പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരിലും നമ്മളൊരു സാമൂഹിക നന്മ ചെയ്യാൻ കടപ്പെട്ടവരാണ് എന്നുള്ള സന്ദേശമാണ് തരുന്നത്. തൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിലും സാമൂഹിക നന്മയിലും സമസൃഷ്ടികളോടുള്ള കടപ്പാട് മനസ്സിലാക്കി അവരെ ബോധവൽക്കരിക്കുന്നതിനും അവർക്ക് നല്ല മാർഗനിർദ്ദേശം നൽകുന്നതിനും നാം കടപ്പെട്ടവരാണ് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് ആത്മഹത്യ പ്രതിരോധ ദിനാചരണം. പ്രധാനമായിട്ടും ആത്മഹത്യ ചെയ്യുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് എന്താണോ അത് ഒരു വിഷാദ രോഗമായി മാറുന്നു എന്നാണ് പ്രധാനമായും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ നമ്മെ ഓർപ്പിക്കുന്നത്. ഭവനങ്ങളിലോ സമൂഹത്തിലോ എന്ത് നടന്നാലും അതൊരു ആത്മഹത്യ രൂപത്തിലേക്ക് വരണമെങ്കിൽ ആ വ്യക്തിയിൽ ഒരു വിഷാദ രോഗം പിടിപെടുകയാണ്. അത്തരം രോഗത്തിൽ നിന്നും വിമുക്തി ആകുവാൻ പറ്റും വേണം ഒരുപക്ഷെ നമ്മുടെ ഒരു തന്നോടൽ, നമ്മുടെ ഒരു നല്ല വാക്ക് ഒരുപക്ഷെ ആ രോഗത്തിൽ നിന്നും ആ വ്യക്തിയെ മാറ്റിയെടുക്കുവാൻ സാധിച്ചെന്ന് വരാം. ഇതിൻ്റെ രോഗലക്ഷണം പ്രധാനമായി പറയുന്നത് ഉത്സാഹക്കുറവ്, ക്ഷീണം, ഇവ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ആത്മഹത്യാ പ്രവണത വളരെയേറെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെ മുൻപന്തിയിലാണെങ്കിലും ഇത്തരം പ്രവണതകൾ എന്തുകൊണ്ട് സമൂഹത്തിൽ വരുന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അത്തരത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും തൻ്റെ പ്രതിബദ്ധത മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കമാണ് ഇങ്ങനെ ഒരു ദിനാചരണം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ ചടങ്ങിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണാധ്യക്ഷൻ തൻ്റെ സാമൂഹിക സേവന മനസ്സ് തുറക്കുന്നു. സഭാവിശ്വാസികളിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും സഭയുടെ സേവനം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തിലാക്കി വിപാസന ഇമോഷണൽ സപ്പോർട്ട് സെന്റർ എന്ന പേരിൽ
പ്രവർത്തിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ സാന്നിധ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദമാണ്. വിശുദ്ധ പിതാവ് പലപ്പോഴും നമ്മുടെ കോളേജിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ തരുണത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയെ ഇവിടെ കോളേജിൻ്റെ നാമത്തിലും അതുപോലെ തന്നെ ഈ ഇത് സംഘടിപ്പിച്ച സംഘാടക നേതൃത്വത്തിൻ്റെ നാമത്തിലും എല്ലാ വ്യക്തികളുടെയും നാമത്തിലും പരിശുദ്ധ പിതാവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത നിർവഹിക്കുന്നത് ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയാണ്. നമ്മുടെ കോളേജിൻ്റെ മാനേജർ കൂടിയാണ്. തിരുമേനി പല പ്രാവശ്യം നമ്മുടെ കോളേജിൽ എത്തിയിട്ടുണ്ട്. കോളേജിൻ്റെ എല്ലാ ചലനങ്ങളും തിരുമേനി മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുകയും അതുപോലെ അല്പമായോ ഇതിൻ്റെ പോരായ്മയുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും അഭിനയ തിരുമേനി ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഈ യോഗത്തിലേക്ക് അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുമേനിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ മുഖ്യപ്രസംഗം നടത്തുവാൻ വേണം എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കോട്ടയം നമ്മുടെ ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS അവർകളെയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പുസ്തക പ്രകാശനവുമായി സംബന്ധിച്ച് ബഹുമാന്യ അസിസ്റ്റന്റ് IAS അവരുടെ പ്രസംഗം കേൾക്കുവാനിടയായി. തികച്ചും ഒരു പക്വതയാർന്ന അതുപോലെ തീരുമാനങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള നമ്മുടെയൊക്കെയും പ്രതീക്ഷയായിരിക്കുന്ന ഈ അസിസ്റ്റന്റ് കളക്ടർ അവരുടെ ഈ നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു കളക്ടറായി വരുവാൻ വേണം കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. നമ്മളൊക്കെയും വളരെ സന്തോഷത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. എപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ജനാധിപത്യ പ്രതിരോധ ദിനാചരണത്തിന് ശ്രീശാന്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത്. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിലുപരിയായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും ശ്രീശാന്തിനെ കുറിച്ച് ഞാൻ വ്യക്തിപരമായി ഓർക്കുമ്പോൾ നമുക്ക് 1983 ശേഷം ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിത്തരുവാൻ കാരണക്കാരനായത് ശ്രീശാന്തിൻ്റെ ആ ഒരു ക്യാച്ചാണ്. അതെപ്പോഴും ഞങ്ങളുടെ മനസ്സിനെ താലോലിക്കുന്ന ഒരു നിമിഷമാണ്. ഒരുപക്ഷെ ശ്രീശാന്ത് കളക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന നമുക്ക് എന്തെന്നില്ലാത്തൊരു പ്രചോദനമാണ്. അത് അദ്ദേഹം കളിക്കളത്തിൽ അത് ഇഴുകിച്ചേർന്ന് ഒരു വിക്കറ്റ് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷ പ്രകടനം ഒരുപക്ഷെ കാണുന്ന നമുക്കും വളരെ 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 അഭിമാനവും സന്തോഷമുളവാക്കുന്നതാണ്. അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ താലോലിച്ച് നിൽക്കുന്ന ഒരു പ്രതികരണമാണ്. ചില ഇഷ്യൂസൊക്കെ ഉണ്ടായെങ്കിൽ തന്നെയും പക്ഷെ അദ്ദേഹം വിശ്വസിച്ചു സത്യം ജയിക്കും. അദ്ദേഹത്തെ കുറ്റവിമുക്തിയാക്കിയ ഒരു അവസരത്തിൽ ഞാനിപ്പോഴും ഓർക്കുന്നു, മീഡിയാസ് ചോദിച്ചു എന്തെങ്കിലും പ്രതികാരമുണ്ടോ, എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയുവാനുണ്ടോ? ശ്രീശാന്ത് പറഞ്ഞ വാക്ക്, എനിക്ക് ആരോടും യാതൊരു പ്രതികാരവുമില്ല, ഒന്നുമില്ല. എനിക്കൊരു കാര്യം മാത്രമേ ആഗ്രഹമുള്ളൂ, എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. അതുമാത്രമേ ഉള്ളൂ. എനിക്ക് മറ്റാരോടും യാതൊരു വിധമായ ഇതാണ് യഥാർത്ഥ ഒരു സ്പോർട്സ്മാൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ
ദൃഢനിശ്ചയത്തോടുകൂടി ഈശ്വര വിചാരത്തോടുകൂടി അവയെ നേരിടാനും സത്യം അവസാനം ജയിച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇന്ന് കേരള ജനത അഭിമാനം കൊള്ളുന്നതും ശ്രീശാന്തിൻ്റെ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ശ്രീശാന്തിൻ്റെ സാന്നിധ്യം. ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അധ്യാപകരെ, അനധ്യാപകർ, അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ശ്രീശാന്ത് നമ്മുടെ കോളേജിൽ വന്നതിലുള്ള സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോട് ഈ യോഗത്തിൻ്റെ ആത്മമായിട്ട് സ്വാഗതം ചെയ്യും. ഇന്ന് ഈ ഒരു ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛൻ, ഡെപ്യൂട്ടി സെക്രട്ടറി മാനവ ശാക്തീകരണ വിഭാഗം, അതുപോലെ ഫിലിപ്പ് പി മാത്യൂസ് അച്ഛൻ, ജനറൽ സെക്രട്ടറി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ മൂവ്മെന്റ്, ഡോക്ടർ വർഗീസ് പുന്നൂസ്, ജനറൽ സെക്രട്ടറി ഓർത്തഡോക്സ് മെഡിക്കൽ ഫോറം, അതുപോലെ തന്നെ നമ്മുടെ ഈ സന്നിധിയിൽ എത്തിയിരിക്കുന്ന ആമുഖ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം എത്തിയിരിക്കുന്ന ഡോക്ടർ സിബിത്ത്, ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛന് യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പ് പി മാത്യൂസ് അച്ഛന് യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസാ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം എത്തിയിരിക്കുന്ന ഡോക്ടർ വർഗീസ് പുന്നൂസ് അവരുടെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ ആമുഖ പ്രസംഗം നടത്തുവാൻ തക്കവണ്ണം എത്തിയിരിക്കുന്ന ഡോക്ടർ സിബി തരകൻ അവരുടെ സന്തോഷത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിശിഷ്ട നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥികൾ ഇവിടെയുണ്ട്. സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും അതുപോലെ ക്ഷണം സ്വീകരിച്ചെത്തിയവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, മീഡിയ